നമ്മൾ ചിന്തിക്കേണ്ട ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഈ അന്തരീക്ഷം നമ്മൾക്ക് തരുന്നത് എന്താണ്, അത് കൈകാര്യം ചെയ്യുന്നതാണ് നമ്മുടെ പ്രാപ്തി. അന്തരീക്ഷമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കിട്ടുന്ന അനുഭവം എന്താണ്? ആ അനുഭവം, ആ മർദ്ദം, അവിടെയാണ് മർദ്ദം വരുന്നത്. അന്തരീക്ഷം നമ്മളെ സ്വാധീനിക്കുന്നൊരു ഭാഗമുണ്ട്. ആ അന്തരീക്ഷം നമ്മളെ സ്വാധീനിക്കുന്നതിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ചാണ് നമുക്ക് ഇന്ദ്രിയങ്ങൾ നിൽക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകത എന്താണ്? മർദ്ദം കൂടിയത് തൊട്ട് മർദ്ദം കുറഞ്ഞത് വരെ നമ്മുടെ ശരീരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള തലത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥകളെ തിരിച്ച് അറിയത്തക്ക രീതിയിലാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം അതാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം അതാണ്. ഓരോ തലത്തെയും ഓരോ സ്റ്റേജും നമ്മുടെ ശരീരം ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് രൂപം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജിലും അനുസരിച്ച് ഓരോ ഇന്ദ്രിയങ്ങളും ഉണ്ട്. മനസ്സിലായി? ഓരോ ഇന്ദ്രിയത്തിനും അതാത് വ്യവസ്ഥയുമായിട്ട് ബന്ധമുണ്ട്. അവിടെ നമുക്ക് മർദ്ദവും ഉണ്ട്. അപ്പോൾ ഈ മർദ്ദത്തെ കൃത്യമായിട്ട് അറിയുമ്പോഴാണ്, അനുഭവിക്കുമ്പോഴാണ് നമ്മൾക്ക് തെളിച്ചമുണ്ടാകുന്നത്. നമ്മളെ എന്തെല്ലാമാണ് സ്വാധീനിക്കുന്നത്. ഈ ഭാഗം നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾക്ക് ഉണ്ടാകുന്നത് എന്താണ്? പിന്നെ ഉണ്ടാകുന്ന അറിവാണ്. ആ അറിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അറിവ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നമാണ്. മനസ്സിലായി? അറിവാണ് നമ്മളെ ഏറ്റവും കൂടുതൽ, അറിവ് മാത്രമാകുമ്പോഴാണ് നമ്മൾ ദുഃഖത്തിലോട്ട് പോകുന്നത്, അല്ലേ? അപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെന്ന് വിളിക്കുകയും നിങ്ങൾ ശരിയാകണം, നിങ്ങൾ നന്നാകണം എന്നൊക്കെയുള്ള തീരുമാനം ശരിയേ ചെയ്യാവുള്ളൂ എന്ന് പറയുന്ന ആരും മനസ്സിലായി? അപ്പോൾ ആ മർദ്ദം ഫോണിച്ചു കൂടി അകത്തോട്ട് കയറ്റി വെച്ചാൽ സെൻട്രൽ ലൈനിൽ വെയിറ്റ് ഇങ്ങോട്ട് ഇറങ്ങുന്ന പെട്ടെന്ന് പോകും. ആടിപ്പോയി അതൊന്നും. അപ്പോൾ മർദ്ദത്തിൻ്റെ ഭാഗം നമ്മൾക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ നമ്മൾ പെട്ടെന്ന് വികാരഭരിതനായി പോകുന്നു. എന്താണ്? പെട്ടെന്ന് മാനസിക അസ്വസ്ഥതയ്ക്ക് അടിമയായി പോകുന്നു. എന്താ കാരണം? എന്താണ്? കാരണം നമുക്ക് മർദ്ദം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ മർദ്ദം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ മർദ്ദത്തെ തെളിച്ചു കൊണ്ടുവരുമ്പോൾ, ഈ മർദ്ദം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഒരുപോലെ ആക്കി കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് തെളിച്ചം ഉണ്ടാകുന്നത്. അപ്പോഴാണ് വ്യക്തിത്വ ബോധം ഉണ്ടാകുന്നത്. ഇത് നഷ്ടപ്പെട്ടു പോകുന്ന എങ്ങനെയാണ്? ഇതെൻ്റേതാണ്. മറ്റൊന്നിനെ ആശ്രയിക്കുമ്പോൾ എൻ്റെ സ്ഥാനത്തു നിന്ന് ഞാൻ മാറിപ്പോകുന്നു. മനസ്സിലായി? മറ്റുള്ള എന്തിനെ ആശ്രയിച്ചാലും എൻ്റെ മർദ്ദത്തിൽ മാറ്റമുണ്ട്, അറിയത്തില്ല. അവിടെ ചിന്ത കയറി വരും. അപ്പോഴാണ് ചിന്ത കയറി വരുന്നത്. മനസ്സിലായി? ചിന്ത കയറി വരികയാണ്. ഇത് ഏതൊരു വ്യക്തിയും അവനവൻ്റെ ജീവിതത്തിൽ, ഏത് വ്യക്തിയും അവനവൻ ജീവിക്കുന്ന അവസ്ഥയെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു കൊണ്ടുവരേണ്ടത് അവനവൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത് ആർക്കും പഠിപ്പിച്ചു തരാൻ പറ്റുന്നതല്ല. ജീവിതം ആർക്കും പഠിപ്പിച്ചു തരാൻ പറ്റുന്നതല്ല. പഠിക്കേണ്ട ആവശ്യവുമല്ല. അത് അനുഭവിച്ച് തെളിച്ചു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പഠിക്കുകയല്ല, അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അനുഭവിക്കുകയാണ് സ്വബോധത്താൽ. ഓക്കെ, ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അത് ഒരു കോൺഫിഡൻസ് അല്ല, അതൊരു ക്ലാരിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കള്ളത്തരോ വഞ്ചനയോ ചതിയോ ഇങ്ങനൊരു ഭാഗം നമ്മളിൽ വരത്തില്ല. നമ്മൾ ഒരാളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾ ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? മറ്റൊരാളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾക്കറിയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. നിലവാരമില്ലാത്ത ഒരു അവസ്ഥയാണ് ഞാനെന്ന് തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ടാണ് മറ്റുള്ളവരെ പറ്റിക്കുന്നത്. നമ്മൾ എത്ര പേരെ പറ്റിക്കുന്നുണ്ടോ
അത്രയും നമ്മൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുക. പറ്റിക്കുന്നവൻ്റെ അവസ്ഥ എന്താണ്? അവൻ്റെ യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ കയ്യിൽ പറ്റിച്ച് മേടിക്കുന്നത് എന്തായിരിക്കും? പറ്റിച്ച് മേടിക്കുന്നത് നമ്മളുടെ നിലനിൽക്കുന്ന സവിശേഷതയുമായിട്ട് ബന്ധമില്ലാത്ത ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതിൽ നിന്നാണ് നമുക്ക് രോഗങ്ങളുണ്ട്. അറിയല പറ്റിക്കുന്നവനുണ്ടാകുന്ന രോഗം ആരും അറിയത്തില്ല. കാരണം ഓൾറെഡി ഇവൻ പറ്റിക്കുകയും അതുകൊണ്ട് ഇവൻ പോലും അറിയത്തില്ല ഇവനൊരു രോഗിയാണെന്ന്. ഇവൻ ഇവൻ അറിയത്തില്ല. അവൻ ആദ്യം മാനസിക രോഗത്തിൻ്റെ അടിമയായിട്ട് മാറുക, ചികിത്സയില്ലാത്ത ഒരു രോഗത്തിൻ്റെ അടിമയാണ്. പറാഭിലാഷ എന്തോ നമുക്കൊരു വ്യക്തി കുറെ തീരുമാനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. അയാളുടെ ശ്രദ്ധക്കുറവുകൊണ്ട് പല തീരുമാനവും ഒരു വ്യക്തിക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു തീരുമാനം വ്യക്തിക്ക് വെളിയിൽ ഇതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തു വെച്ചിട്ടുള്ള ഒരു ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ശരിക്കും ഉണ്ടാവുക. നമ്മളൊരു വ്യക്തിയുടെ തീരുമാനം നടപ്പിലാവുക അല്ലെങ്കിൽ ഈശ്വരന്റെ തീരുമാനം നടപ്പിലാവുക ഒരു മനസ്സ് എന്നുള്ള ഒരു തലത്തിൽ ഈ എല്ലാം പ്രവർത്തിപ്പിക്കുന്ന നിരന്തരമായി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈശ്വരൻ എന്നുള്ള രീതിയിനോടൊപ്പം തന്നെ ഒരു വ്യക്തിയുടെ തീരുമാനം ചിലപ്പോൾ നടപ്പിലാവാണ്ട് മറ്റൊരു രീതിയിൽ നടക്കാറുണ്ടല്ലോ. അപ്പൊ അതിന് എന്തെങ്കിലും തരത്തിൽ അതിന് വെളിയിൽ ഒരു വലിയ മനസ്സിന്റെ ഒരു തീരുമാനം അതിന്റെ ഭാഗമായിട്ടുണ്ടാവും. അതായത് വണ്ടി ഓടിക്കാൻ അറിയാവോ? അറിയാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയും നിങ്ങളുടെ റോഡിൽ ഒരുപാട് ഓയിൽ കിടക്കുന്നൊരു സ്ഥലമെത്തി. റോഡിൽ ഒരുപാട് ഓയിൽ കിടക്കുകയാണ്. നിങ്ങൾ അത്രയും നേരം വണ്ടി ഓടിച്ചുകൊണ്ട് ഈ ഓയിൽ എത്തിയ സ്ഥലത്ത് വണ്ടി എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വണ്ടി സ്ലിപ്പാവും. ഇത് ആരുടെ തീരുമാനമോ? വണ്ടിയുടെ ടയറിൻ്റെ ഗ്രിപ്പ് റോഡിലുള്ളത് ഓയിലുണ്ടെങ്കിൽ കിട്ടത്തില്ലല്ലേ? അല്ലല്ല അവിടെ ഓയിലുണ്ടെങ്കിൽ ടയറിൻ്റെ ഗ്രിപ്പ് റോഡിലുള്ള ഗ്രിപ്പ് ഉണ്ടാകത്തില്ല, നഷ്ടപ്പെട്ടു. ഓയിലുണ്ടെങ്കിൽ ഓയിലുള്ളത് കൊണ്ട് തീരുമാനം ഓയിലിൻ്റെതാ അല്ലേ? ഓയിലല്ലേ റോഡിൻ്റെയും ടയറിൻ്റെയും മധ്യത്തിൽ വന്നത് ഓയിലല്ലേ? അതെ. അപ്പം തീരുമാനം ഓയിലിൻ്റെ അല്ലേ? ഇത് ഓയിലാണ്. ഓയിൽ കിടന്നിട്ടാണ് വണ്ടി സ്ലിപ്പായെന്ന് അറിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ പറയും ഏതോ അദൃശ്യ ശക്തി എൻ്റെ വണ്ടിയെ തകർത്തു അല്ലേ? വല്ല കഥയുണ്ടാ? വല്ല കാര്യമുണ്ടാ? ഇത് ഓയിൽ റോഡിൽ കിടന്നുകൊണ്ട് വണ്ടി സ്ലിപ്പായി, വണ്ടി പോയി ഇടിച്ച് അല്ലേ? ഈ ബോധമില്ലാത്തത് കൊണ്ട് പറയും ഏതോ ഒരു മഹാശക്തി, ഞാൻ അവിടം വരെ ഒരു കുഴപ്പമില്ലാണ്ട് ഓടിച്ചു വന്നതാണ്, അവിടെ വന്നപ്പോൾ വണ്ടി നിയന്ത്രണം വിട്ടു, അതുവരെ എൻ്റെ നിയന്ത്രണത്തിലായിരുന്നു, പിന്നെ നിയന്ത്രണം വിട്ടു, ഏതോ ഒരു മഹാശക്തി വണ്ടിയെ കൊണ്ടുപോയി വേറൊരു വണ്ടി ഇടിപ്പിച്ചു അല്ലേ? ഇതല്ലേ ഒരു വ്യക്തിയുടെ ഈശ്വര വിശ്വാസത്തിൻ്റെ ആരംഭം? നമ്മൾ അറിയാത്ത കാര്യങ്ങളെല്ലാം എന്തോ ഈശ്വരവിശ്വാസത്തിന്റെ ആരംഭം അങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷെ ഒരു വ്യക്തിയുടെ ശ്രദ്ധ എന്ന് പറയുന്നത് എല്ലാ സമയത്തും എല്ലാ ദിശയിലും എല്ലായിടത്തും എത്തിച്ചേരുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ശ്രദ്ധയിൽ ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരില്ല. എന്തുകൊണ്ട്? പക്ഷെ എന്തുകൊണ്ട് എത്തുന്നില്ല? എന്താ കാരണം? എന്താണ് എല്ലാ ദിശയിലും ഒരു വ്യക്തിയുടെ ശ്രദ്ധ എത്താത്തതിന്റെ കാരണം എന്താണ്? എന്താണ് കാരണം? എന്താണ്? അതായത് അവിടെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് പരിമിതി അല്ല. എവിടെ ആർക്ക് പരിമിതി? ആർക്കാണ് പരിമിതി? ഒരു വ്യക്തി ജീവിക്കുമ്പോൾ നമുക്ക് മുമ്പിലുള്ള കാഴ്ചക്ക് അല്ല. ആർക്കാണ് ഈ കാഴ്ച? ആരുടെ കാഴ്ചയുടെ പരിമിതി? എന്റെ കാഴ്ചയാണോ?
എൻ്റെ കാഴ്ചയാണോ, എൻ്റെ ഇല്ല എൻ്റെ കാഴ്ചയാണോ, എൻ്റെ മനസ്സിൻ്റെ കാഴ്ചയാണോ? എന്റെ മനസ്സിന്റെ കാഴ്ച. ആ മനസ്സുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല സുഹൃത്തെ. മനസ്സുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. മനസ്സല്ല നമ്മളെ സൃഷ്ടിച്ചത്. ഞാൻ ചോദിച്ചത്, എന്റെ മനസ്സിന്റെ തീരുമാനത്തിന് വെളിയിൽ ഒരു തീരുമാനം നടപ്പിലാവുന്ന പോലെ ചിലപ്പോൾ തോന്നാറുണ്ട്. സുഹൃത്തെ, മനസ്സല്ല നിങ്ങളെ സൃഷ്ടിച്ചത്. മനസ്സല്ല നിങ്ങളെ സൃഷ്ടിച്ചത്. മനസ്സിൻ്റെ തീരുമാനമായിട്ട് സംസാരിക്കുന്നതിൽ എന്ത് കഥയിരിക്കുന്നു? നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ കൊണ്ടു നടക്കുന്നതെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ എങ്ങനെ പറ്റും? നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. ഈ എന്നെ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലുള്ള ഏത് ആഗ്രഹവും സാധിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. അല്ലല്ല, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ചോദ്യങ്ങൾ. ഇതിനൊക്കെ എങ്ങനെയാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സുണ്ടാക്കുന്ന സങ്കല്പവുമായിട്ട് എനിക്കെങ്ങനെയാണ് സംസാരിക്കാൻ സാധിക്കുക? മനസ്സ് എന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു സാധനമാണെങ്കിൽ എന്റെ മനസ്സിലുള്ള ഏത് കാര്യം സാധിക്കാൻ എനിക്ക് പറ്റണ്ടേ? നിങ്ങളുടെ മനസ്സ് എങ്ങനെ ഉണ്ടായി? നിങ്ങൾക്ക് മനസ്സ് എങ്ങനെ ഉണ്ടായി? നിങ്ങളുടെ മനസ്സ് എവിടെ നിന്നുണ്ടായി? മനസ്സിൻ്റെ കാരണം എന്താണ്? അല്ലേ, എവിടെ നിന്നുണ്ടാക്കി? മനസ്സ് എങ്ങനെ ഉണ്ടാക്കി? അല്ല മനസ്സ് എങ്ങനെ മനസ്സുണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഉണ്ടായതിന് ശേഷമാണോ ഉണ്ടായതിന് മുമ്പാണോ മനസ്സുണ്ടായത്? അതെ. അപ്പൊ ഏതിനാണ് മുൻതൂക്കം? ഏതിനാണ്? ആണ്. അപ്പൊ എനിക്ക് മുൻതൂക്കമുള്ള എനിക്ക് ഞാനെന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുക്കാതെ മനസ്സിന് സ്ഥാനം കൊടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഈശ്വരനുണ്ടാവും, വേറെ ഒരുപാട് ശക്തികളുണ്ടാകും. കാരണം ഒരു വിവരവും ഇല്ല. എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് മനസ്സിനൊരു പിടുത്തവും ഇല്ല. മനസ്സിന് പിടുത്തം കിട്ടുക. കാരണം മനസ്സ് നിൽക്കുന്നത് ഞാനിലാണ്. ആ ഞാനെന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക. ഇനി അത് മറ്റെന്തെങ്കിലും ഒന്നിലാണെങ്കിൽ അത് പരിശോധിക്കുക. എവിടെയാണ് തെളിച്ചം കിട്ടേണ്ടത്? ഏതാണ് നമ്മൾക്ക് ആരംഭത്തിൽ വരുന്നത്? നമ്മൾക്ക് ആരംഭത്തിൽ വരുന്നത് ഏതാണ്? അവിടെയല്ലേ നമ്മുടെ ശ്രദ്ധ വരേണ്ടത്? ആണോ? നമ്മുടെ ശ്രദ്ധ മനസ്സിൽ വരണം അതോ നമ്മളിൽ വരണോ? അതെ, നമ്മളിൽ തന്നെയാണ് വരേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ മനസ്സിലോട്ട് പോയിട്ട് സംസാരിച്ചാൽ അവിടെ നമുക്ക് പരസ്പരം നിങ്ങൾ ഒറ്റക്കിരുന്ന് സംസാരിച്ചോളുക. നിങ്ങളുടെ മനസ്സുമായിട്ടുള്ള സംസാരം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ ഞാനുമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഞാനുമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ പരസ്പരം സംസാരിക്കുന്നു. നിങ്ങളുടെ സ്വപ്നമായിട്ട് ഞാനെങ്ങനെയാണ് സംസാരിക്കുക? നിങ്ങളുടെ സ്വപ്നമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുമായിട്ട് സംസാരിക്കാം. മനസ്സിലായി? അപ്പോൾ ഓരോ വ്യക്തിക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. അവരുടെ ആഗ്രഹങ്ങളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അവരുമായിട്ട് സംസാരിക്കാം. പക്ഷെ ആരും അതിന് തയ്യാറാകാറില്ല. എല്ലാവരും അവരുടെ സ്വപ്നവും മനസ്സും അതും ഇതും എല്ലാമായിട്ടാണ് വരണം. നമുക്ക് അവരുമായിട്ട് യാതൊരു കാരണവശാലും യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സൗണ്ട് പോയി. ഒന്നുകൂടി പറ. അല്ല, നമ്മളൊരാളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ എവിടുന്നാണ് അതിന് റിപ്ലൈ കൊടുക്കുന്നത്? ഇപ്പൊ പേര് വിളിക്കുമ്പോൾ നമ്മുടെ ഇപ്പൊ അഭിലാഷനെ വിളിക്കുമ്പോ സെബാസ്റ്റ്യൻ ചേട്ടന് മനസ്സ് കളഞ്ഞിട്ട് എവിടുന്നാണ് മറുപടി കൊടുക്കുന്നത്? എവിടെയാണ് കേട്ടത്? അവിടെ നിന്ന് എവിടെയാണ് കേട്ടത്? എന്താണ് കേട്ടത്? ആരാണ് കേട്ട ആളല്ലേ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്? കേട്ടിട്ടുണ്ടെങ്കിലല്ലേ റെസ്പോണ്ട് ചെയ്തത്? അത് മനസ്സാണ് കേട്ടതെന്ന് നിങ്ങളെങ്ങനെ തീരുമാനിച്ചു? ഇത് മനസ്സെന്താണ്? നിങ്ങൾ മനസ്സിലാണോ നിങ്ങളുടെ ശരീരത്തിലാണോ നിങ്ങളുടെ ജീവനിലാണോ കേൾക്കുന്നത്? എവിടെയാണ് ശബ്ദം എന്ന് പതിക്കുന്നത്? എവിടെയാണ് ശബ്ദം? നിങ്ങളുടെ അനുഭവത്തിലാണോ ശബ്ദം എന്ന് പതിക്കുന്നത്?
നിങ്ങളവിടെ ഉണ്ടായിട്ടല്ലേ. നിങ്ങളുടെ മനസ്സെന്താണ്? നിങ്ങളുടെ മനസ്സാണോ? നിങ്ങൾ വീണ്ടും ഞാൻ ചോദിച്ചു, മനസ്സുണ്ടായതിന് ശേഷമാണോ നിങ്ങളുണ്ടായത്? നിങ്ങളുണ്ടായതിന് ശേഷമാണോ മനസ്സുണ്ടായത്? ഞാനുണ്ടായതിനു അതെ. ശേഷം അപ്പം പിന്നെ നിങ്ങളിലല്ലേ എല്ലാത്തിൻ്റെയും കേന്ദ്ര ബിന്ദു. എന്താണോ ആദ്യം ഉണ്ടായത് അതല്ലേ ഇതിൻ്റെ കേന്ദ്ര ബിന്ദു. ഏ അതല്ലേ ഇതിൻ്റെ കേന്ദ്ര ബിന്ദു ആണോ? അതെ, ആ, പിന്നെ അവിടെ എന്താ സംശയം? ഞാൻ ഉണ്ടായത്. അതെ, നിങ്ങളുണ്ടായതിനു ശേഷം നിങ്ങളുടെ മനസ്സുണ്ടായി. പിന്നെ നിങ്ങളുടെ മനസ്സാണ് എല്ലാം തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകുക? അത് പൊരുത്തപ്പെടുന്നില്ലല്ലോ. അതങ്ങ് പൊരുത്തപ്പെടുന്നില്ലല്ലോ. പൊരുത്തപ്പെടുവോ? അവിടെ ആ മനസ്സ് പൂർണ്ണമായി നിർവീര്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അവിടെ മനസ്സിൻ്റെതായ യാതൊരു ഭാവങ്ങളും പിന്നെ അവിടെ ആ മനസ്സ് പൂർണ്ണമായി നിർവീര്യമായി കഴിഞ്ഞിട്ടുണ്ടാവും. ആ മനസ്സ് അവിടെ മനസ്സിൻ്റെതായിട്ടൊന്നും പിന്നെ അവിടെ ബാക്കിയില്ല. അല്ല, ആര് പറഞ്ഞു? മനസ്സിൻ്റെ ഭാഗത്തവിടെ നിന്നോട്ടെ. മനസ്സിനെ നിർവീര്യം ചെയ്ത് കളയുന്ന ഭാഗമൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ, പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്താ കുഴപ്പം? നിങ്ങൾക്ക് മനസ്സുണ്ടായിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം ഉണ്ടായിക്കോട്ടെ. നമുക്ക് എന്തുകൊണ്ടാണ് നിങ്ങളിതിപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ച് മറ്റൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിൻ്റെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മറ്റൊരു ശക്തി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പരിശോധിക്കുക. അതേത് ശക്തിയാണ്? പരിശോധിക്കുക. റോഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് ഇപ്പോൾ സ്ലിപ്പായി. അത് ഏത് ശക്തിയാണ്? അത് ഓയിൽ എന്നുള്ളൊരു ശക്തിയാണ് അവിടെ അതിന് കാരണമായത്. ആ ശക്തിയും എന്റെ മനസ്സ് എന്റെ ഉള്ളിൽ തന്നെ ഉള്ളതല്ലേ, ഞാൻ തന്നെ ആയിക്കോട്ടെ. അല്ല, ആയിക്കോട്ടെ. റോഡേ കിടക്കുന്ന ഓയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു അല്ലേ? റോഡേ കിടക്കുന്ന ഓയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയാണെങ്കിൽ വണ്ടി ഓടിച്ചവിടെ എത്രയും മുമ്പ് അറിയത്തില്ലേ? റോഡിൽ ഓയിലുണ്ട്, അവിടെ സ്ലിപ്പാകും. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയാണെങ്കിൽ നിങ്ങൾ നേരത്തെ അറിയത്തില്ലേ? നിങ്ങളുടെ ഉള്ളിലാണ് റോഡേ കിടക്കുന്ന ഓയിൽ എന്നൊരു ഭാഗം. അങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അപ്പം നമ്മളുടെ ക്ലാരിറ്റി, നമ്മളുടെ തെളിച്ചമാണ് നമുക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ തെളിച്ചത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ തെളിയും. നിങ്ങളുടെ തെളിച്ചത്തിന് വേണ്ടിയിട്ടല്ലെങ്കിൽ നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടും. അത്രയേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചോളം ഇതിലൊന്നിലും ഞാൻ ഇടപെടത്തില്ല. കാരണം ഞാനെങ്ങനെ ഇരിക്കുന്നു ആ ഭാവത്തിൽ തന്നെ ഞാൻ ഇരിക്കുന്നു. നിങ്ങളുടെ താല്പര്യം എന്താണ്? നിങ്ങളുടെ താല്പര്യം നിങ്ങൾ പറഞ്ഞാൽ ശരിയാണെന്ന് സ്ഥാപിക്കാനാണെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആയിക്കോട്ടെ. ഞാൻ കയ്യും കുപ്പി ആദ്യമേ അംഗീകരിക്കാൻ നിങ്ങൾ പറഞ്ഞെല്ലാം ശരിയാണെന്ന്. മനസ്സിലായി? അതിന് ഇത്രയും പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് ഉള്ളൊരു അംഗീകാരമാണ് വേണ്ടെങ്കിൽ ആദ്യമേ തരാം. അത് ഞാൻ ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഉണ്ടായതിനു ശേഷമാണ് എന്റെ മനസ്സുണ്ടായത്. പക്ഷെ അത് എന്റെ മനസ്സ് മാത്രമല്ല ഞാൻ ഉണ്ടായതിനു ശേഷം ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെ പല മനസ്സുകൾ കൂടി ചേർന്നല്ലേ ഒരു ലോകം. അല്ല, ഇത് എൻ്റെ സുഹൃത്തെ, നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങളുണ്ടായതിനു ശേഷമാണ് നിങ്ങളുടെ മനസ്സുണ്ടായത്. നിങ്ങളുണ്ടായതിനു ശേഷം അപ്പോൾ ഈ മനസ്സുള്ള ലോകം മാത്രമേ ഉള്ളൂ. മനസ്സില്ലാത്ത ലോകമൊന്നുമില്ലേ? എല്ലാ മനസ്സും കൂടി ചേർന്നാണ് ലോകം. നിങ്ങളെന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഈ മനസ്സുള്ള ലോകം മാത്രമേ ഉള്ളൂ, അല്ലാത്ത വേറെ ലോകമൊന്നുമില്ലേ? നിങ്ങളെന്താ എത്ര പെട്ടെന്നാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് തീരുമാനങ്ങൾ എടുത്തവിടെ ഇടുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. മനസ്സുണ്ടായപ്പോഴല്ലേ ലോകം ഉണ്ടായെന്ന്. ഈ മനസ്സുകൊണ്ടുള്ള ലോകമല്ലേ ഉള്ളത്? അല്ല. മനസ്സിലായ? അങ്ങനെ ഇങ്ങോട്ട് സ്പീഡിൽ പറഞ്ഞു പോകാതെ സുഹൃത്തെ, നിങ്ങൾ നിർത്തിയെത്തി നിങ്ങൾ പറയുന്നത് എന്താണ് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കും. മനസ്സിലാവുന്നുണ്ട് സെബാസ്റ്റ്യൻ ചേട്ടൻ പറഞ്ഞത്.
ഈ ഞാനെന്ന് പറയുന്ന ഈ പിന്നെ കോൺസ്റ്റന്റ്, അതായത് സാർവലൗകികമായിട്ടുള്ള ഒരു ഞാനെന്ന് പറയുന്ന ഒരു കാര്യത്തിന് സെബാസ്റ്റ്യൻ ചേട്ടൻ പറയുന്നത്, ഞാൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് അവിടെ പിന്നെ ഭേദങ്ങളില്ല, നമ്മൾ കാണുന്ന മനസ്സിന്റെ വൈവിധ്യങ്ങളൊന്നും അവിടെ പിന്നെ ഇല്ല. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളെടുത്ത ഒരു തീരുമാനം, നമ്മളെ ഒരു 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 ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ആഗ്രഹം നടപ്പിലാവോ അല്ലെങ്കിൽ പൂർത്തീകരിക്കുമോ എന്ന് തീരുമാനിക്കുന്നതിലുള്ള പൂർണ്ണ നിയന്ത്രണം ഈ എനിക്കുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, ഞാൻ എടുക്കുന്ന തീരുമാനത്തിന് എനിക്ക് അധികാരം ഫലത്തിലെത്തിക്കാൻ കഴിയുമോ? അല്ല, ഞാൻ അല്ലല്ല, അപ്പൊ പരിശോധിക്കും. ഞാൻ തീരുമാനം എടുക്കുന്നു. ഞാൻ തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ്? എന്ത് വെച്ചാണ് തീരുമാനം എടുത്തത്? എന്തെല്ലാം ചേർത്തിട്ടാണ് തീരുമാനം ഉണ്ടായത്? എന്തെല്ലാം ചേർത്ത? ഇപ്പം എന്നോട് ദേഷ്യപ്പെടണം, എന്നോട് 2 തെറി പറയണമെന്നുള്ള തീരുമാനം നിങ്ങളിൽ വരണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നോട് 2 തെറി പറയണമെന്നുള്ള തീരുമാനം വരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചേർക്കണം? അതൊക്കെ ചേർത്താൽ നിങ്ങൾ തെറി പറയും, ഇല്ലേ? അതുപോലെ തന്നെയല്ലേ നിങ്ങൾ എല്ലാ തീരുമാനം എടുക്കുന്നത്? നിങ്ങൾ തന്നെയാണ് അതിനുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടുവരുന്നത്. എന്നിട്ടാണ് തെറി വിളിക്കുന്നത്, ഒരാൾ ദേഷ്യപ്പെടുന്നത്, ഒരാൾ സങ്കടപ്പെടാൻ ഇന്ന കാര്യങ്ങൾ ചേർത്താൽ സങ്കടം വരും. നമ്മുടെ വിവേകത്തിൽ നമ്മൾക്കറിയാം, നമ്മുടെ ഉള്ളിലറിയാം, ഇതിങ്ങനെ പോയാൽ ഇത് ദേഷ്യം വരും, അടിയാകും, കൃത്യമായിട്ടറിയാം. അപ്പോൾ ഓരോ തീരുമാനം നടപ്പിലാക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്നിട്ട് പരിശോധിച്ചാൽ കാണാം, കൃത്യമായിട്ട് കാണാം. നിങ്ങളിപ്പോൾ ക്ലബ് ഹൗസിൽ കയറി, നിങ്ങളെടുത്ത തീരുമാനമാണ്. ക്ലബ് ഹൗസിൽ കയറി വണ്ടർഫുൾ ലിവിങ്ങിൽ റൂമിൽ വന്ന് സെബാസ്റ്റിനോട് സംസാരിക്കണം എന്നുള്ളത് നിങ്ങളെടുത്ത തീരുമാനമാണ്. ഇതെല്ലാം നിങ്ങളെടുക്കുന്ന തീരുമാനമാണ്. പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാം നിങ്ങളെന്താണ്, നിങ്ങളിൽ എന്തെല്ലാം പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്, അതും കാണാം, ഇല്ലേ? എല്ലാം കാണാം കൃത്യമായിട്ട്. ഓരോ കാര്യങ്ങൾ തെളിച്ച് കൃത്യമായിട്ട് കാണാം. കാണാത്തൊന്നുമില്ല, എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് കാണും. നമ്മൾ കാണുക, കൃത്യമായിട്ട് കാണുക, അല്ലേ? നന്നായിട്ട് കാണുക, നോക്കി കാണുക. വീണ്ടും അതിനെ പരിശോധിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു ഉത്തരത്തിലേക്ക് പോകുന്നു. അതിന് കാരണം എന്തായിരിക്കും? അതായത് നമ്മുടെ മനസ്സ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. ചോദ്യം പക്ഷെ അതിനെ ഞാൻ വീണ്ടും പരിശോധിക്കും, അതിനെ റിപ്പീറ്റ് ചെയ്ത് പരിശോധിക്കും. അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പരിശോധിക്കുമ്പോൾ അത് വീണ്ടും ചോദ്യം സ്വപ്നത്തിൽ നിന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് സ്വപ്നത്തിൽ നിന്ന് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അത് സ്വപ്നത്തിലോട്ട് പോയി, അതെവിടെ എങ്ങും കൊള്ളുന്നില്ല. ചോദ്യകർത്താവില്ല അവിടെ, സ്വപ്നം മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിയിലെ സ്വപ്നത്തിൽ നിന്ന് ചോദ്യങ്ങൾ, ആയിരക്കണക്കിന് ചോദ്യങ്ങളുണ്ടാവും, ഒരു ഉത്തരവും എങ്ങും ദഹിക്കത്തില്ല. അപ്പം ടെമ്പററി ആയിട്ട് മനസ്സിനൊരു സമാധാനം വന്നു, അത്രയേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ മനസ്സിൻ്റെ സമാധാനം പോയി. കാരണം മനസ്സിൻ്റെ അടിമത്തത്തിൽ ഇരിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിട്ട് യാതൊന്നും ഉണ്ടാകില്ല. അപ്രസക്തമായിട്ടുള്ള സ്വപ്നത്തിലിരുന്ന് ചോദ്യം ചോദിക്കുന്നു, ഉത്തരം വരുന്നു, കേട്ട് അല്പനേരം ആ മനസ്സിനൊന്ന് ശാന്തത വന്നു. കുറച്ച് കഴിയുമ്പോൾ മനസ്സ് പിന്നെ അലക്ഷ്യമായിട്ട് കിടക്കുന്നത്. കാരണം മനസ്സിന് അടിസ്ഥാനമില്ലാത്തത് കൊണ്ട്, മനസ്സിന് യാതൊരു അടിസ്ഥാനമില്ലാത്തതുകൊണ്ട് ചോദ്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും. കർമ്മത്തിൽ വ്യാപൃതനല്ല. കർമ്മത്തിൽ വ്യാപൃതനാകുമ്പോൾ മനസ്സ് ശാന്തമാകും, മനസ്സ് വളരെ വ്യക്തമായിട്ട് ശാന്തമാകും. കർമ്മം ധർമ്മത്തിലാകുമ്പോൾ, അവിടെ ഫലങ്ങൾ ഇച്ഛിക്കാതെ വരുമ്പോൾ മനസ്സ് പരിപൂർണമായിട്ട് ശാന്തമാകും. അവിടെ ആശ്വാസം.
അത് തന്നെ നിങ്ങളുടെ മനസ്സല്ല നിങ്ങളെന്ന് പറയുന്നത്. മനസ്സെന്ന് പറയുന്നത് വളരെ നൈമിഷികമായിട്ട് രൂപം കൊണ്ടുവരുന്ന ഒന്നാണ് മനസ്സ്. മനസ്സിൻ്റെ സ്വാധീനത്തിലാണെങ്കിൽ ഒരിക്കലും വ്യക്തിത്വ ബോധം ഉണ്ടാകത്തില്ല. ഒരിക്കലും വ്യക്തിത്വ ബോധം സാധ്യമല്ല. അതുകൊണ്ട് മനസ്സിൻ്റെ സ്വാധീനത്തിൽ നിന്ന്, മനസ്സിൻ്റെ അടിമത്തത്തിൽ നിന്ന് കരകയറുക എന്നുള്ളതല്ലാതെ യാതൊരു മാർഗവുമില്ല. You have to work continuously, work with efficiency, and keep on working without expecting any gain, any result. Then only yourself will be active. Otherwise, many things are active. One should be active, not your ideas. Yourself, your whole system is working. So be with that. അല്ല, നമ്മൊരു നിയമം ഉണ്ടാക്കി, ആ നിയമം നമ്മൾ ഓക്കെ എല്ലാം ഓക്കെ ആണെന്ന് ആ നിയമത്തിനൊരു പാളിച്ച സംഭവിക്കും. അപ്പോഴാണ് ആ നിയമത്തിലുള്ള പൊരുത്തക്കേട് നമുക്ക് മനസ്സിലാവും. അതുവരെ നമുക്ക് മനസ്സിലാവില്ല. We create lot of laws, but the law has created us. നമ്മളെ പ്രപഞ്ചത്തിൻ്റെ ഒരു മഹാസത്യമാകുന്ന നിയമമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് സംശയിക്കാനൊന്നുമില്ല. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. നമ്മളുണ്ടാക്കുന്ന നിയമങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മളുടെ മാനസിക വികലതയിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മളുണ്ടാകാൻ കാരണമായിട്ടുള്ളൊരു നിയമം അത് നമ്മളെ നിലനിർത്തുന്ന നിയമമാണ്. അതിൽ സംശയമില്ല, അതിലൊരു ചോദ്യവുമില്ല. അതിൽ ഒരു ചോദ്യവുമില്ല. എൻ്റെ ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. എന്തോ അത് നമ്മളുടെ തീരുമാനമല്ല. അല്ല, നമ്മുടെ തീരുമാനമല്ല. അവിടെയാണ് നമുക്ക് ആശ്വാസം. അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മളുണ്ടാക്കിയ നിയമത്തിൻ്റെ പരാജയത്തിൻ്റെ ഭാഗം മറച്ചു വെച്ചാണ് നമ്മൾ പരസ്പരം അടിയും വഴക്കും ബഹളവും എല്ലാം ഉണ്ടാക്കുന്നത്. ഈ ആശങ്കകളും ആശയക്കുഴപ്പങ്ങളെല്ലാം നമ്മളുണ്ടാക്കിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ പറ്റാത്തടുത്താണ് നമ്മുടെ നിയമങ്ങളെല്ലാം സറണ്ടർ ചെയ്യാം. യു സറണ്ടർ ഓൾ യുവർ ലോസ് ആൻഡ് conditions that you are making. There is a perfect law which is making us possible. The law of nature, the law of creation is wonderfully working always. It has got life. It's making us possible. ഞാൻ പറയുന്നത് നിയമങ്ങൾ വേണ്ട എന്നല്ല, പക്ഷെ നിയമങ്ങളിൽ പാളിച്ച് സംഭവിക്കുമ്പോഴാണ് നിയമങ്ങളിൽ പൂർണ്ണത കൈവരിക്കാൻ സാധ്യമല്ല. ഇല്ല, നിയമത്തിൽ ഫോൾട്ടൊന്നുമില്ല. നിയമം നമ്മളുണ്ടാക്കുന്ന മാനസിക സങ്കല്പ നിയമങ്ങളിൽ മാത്രമേ ഫോൾട്ടുള്ളൂ. നമ്മൾ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള നിയമത്തിൽ ഒരു ഫോൾട്ടും ഇല്ല. അത് വളരെ പെർഫെക്റ്റാണ്. അതെ, നമ്മളുണ്ടാക്കുന്ന നിയമങ്ങളെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല. ആ നിയമങ്ങളെ എടുത്തു കളയുന്ന പ്രക്രിയയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മണ്ടൻ നിയമങ്ങളൊക്കെ ഇങ്ങനെ കാട്ടിൽ പറത്തി അപ്പോഴാണ് അഹങ്കാരം മാറുന്നത്. ഒരു വ്യക്തി അഹങ്കാരിയായിട്ടിരിക്കുന്നത് അവൻ തന്നെത്താൻ കണ്ടെത്തുന്ന നിയമങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ് അവൻ അഹങ്കാരിയായിട്ട് മാറുന്നത്. അവൻ്റെ നിയമങ്ങൾ മാറ്റി അവൻ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള നിയമവുമായിട്ടുള്ള ബന്ധമാണ് അവന് ആശ്വാസവും അനശ്വരതയും കൈവരിക്കാനുള്ള അവസരങ്ങൾ നേടിക്കൊടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇത് വളരെ വളരെ സിമ്പിളാണ്. പക്ഷേ ഇവിടെ ഉണ്ടാക്കുന്നതിനും തീരുമാനമില്ല. ഈ നമ്മൾ കാണുന്ന ഒരു നിയമത്തിനും ഒരു തീരുമാനമില്ല. മാറ്റങ്ങളാണ് തീരുമാനം ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമല്ലേ. അതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ട്? ആർക്കും ഇല്ല സുഹൃത്തെ അതിനകത്ത് സംശയം. മാറ്റങ്ങളാണ് തീരുമാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാറ്റങ്ങൾ തന്നെയാണ്. മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം മാറിക്കൊണ്ടിരിക്കും. അത് ഒരു യാഥാർത്ഥ്യമല്ലേ. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അതങ്ങനെ തന്നെയാണ്. അത് നമ്മൾ ഇപ്പം എത്ര പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ തന്നെ ഇത് എത്ര പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ തന്നെ അഫ്സൽ തന്നെ ഇത് ആവർത്തിച്ച് അഫ്സൽ ഇത് തന്നെ പിന്നെയും അത് തന്നെ അഫ്സൽ പറയുന്നു. അപ്പോൾ കൊള്ളാം, കുഴപ്പമില്ല. അതങ്ങനെ തന്നെയാണ്.
അത് ഇനിയും ഉറപ്പിക്കണമെന്ന് അഫ്സലിനുണ്ടെങ്കിൽ ഇനിയും ഒരു 10 പ്രാവശ്യം കൂടി പറഞ്ഞ് ഉറപ്പിച്ചോളുക. അഫ്സലിന് ഇപ്പോഴും ആ അല്ല, അഫ്സലിന് ഇത് വീണ്ടും വീണ്ടും പറയുന്നത് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക. മനസ്സിലായോ? കാരണം മാറ്റങ്ങളാണ്, മാറ്റത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ പരിശോധിക്കുന്നത് എന്താണ്? നമ്മൾ അനുഭവിക്കുന്ന ഭാഗത്താണ്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഭാഗത്ത് തുടരുകയാണ്. എല്ലാ അനുഭവത്തിൻ്റെ തെളിച്ചമാണ്, എല്ലാ അനുഭവത്തിൻ്റെ തെളിച്ചമാണ്. നമുക്ക് വേണ്ടത് അനുഭവത്തിൻ്റെ തെളിച്ചമാണ്. അനുഭവത്തിലാണ് തുടരുന്നത്.